അപ്പോൾ ഇനി നമ്മുടെ അഗാധ ഗർത്തം പോലത്തെ ഇറക്കത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. സ്റ്റിയറിംഗ് ഒടിച്ചു കൊടുക്കും. നേരെ ഇതുപോലെ ഇങ്ങനെ കയറിക്കോളും സേഫായിട്ട്. നമ്മളെപ്പോഴും ഡ്രൈവർ സൈഡേ ചേർക്കാവുള്ളൂ. ഹാൻഡ് ബ്രേക്ക് എന്നിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വണ്ടി ചവിട്ടിയിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് ഉണ്ടോ മോളിൽ നിന്ന് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്താണ്. ഇതുവരെ ബ്രേക്കിൽ കാല് വെച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇത്രയും പല വണ്ടികളും മാറി മാറി ഓടിച്ച് നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഈ സ്വരാജ് മസ്ത മാത്രമേ ഈ ഒരു പെർഫോമൻസ് കാണിക്കുന്നുള്ളൂ. ഇവിടെ കാണിച്ച് ഇതുണ്ടോ ബ്രേക്കിൽ നിന്ന് ഇപ്പോൾ കാലെടുത്തേക്കുവാണ്. കുത്തിറക്കത്തിലാണ് വണ്ടി. ഉണ്ടോ നോക്കിയേ, ബ്രേക്കിൽ കാല് വെച്ചിട്ടില്ല. ബ്രേക്കിൽ കാല് വെച്ചിട്ടേ ഇല്ല. എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഒരു ഓട്ടം പോകണേ. ഓട്ടം എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ നിന്ന് നമുക്ക് മുകളിലോട്ടാണ് കയറി പോകേണ്ടത്. അപ്പോൾ അവിടെ നല്ല കയറ്റമാണ്. കയറ്റമെന്ന് പറഞ്ഞാൽ ഈ അടുത്ത പ്രദേശത്ത് കയറി കാണിക്കാനുള്ളൊരു കയറ്റം ഒന്നുമില്ല. അതുപോലെ വലിയൊരു കയറ്റമാണ്. അപ്പോൾ നമ്മൾ ആ കയറ്റം കയറിയിട്ട് തിരിച്ചറിയാം. ഇപ്പോൾ ലോഡാണ്, ഫുൾ ലോഡാണ് വണ്ടിയിൽ വെച്ചിരിക്കുന്ന ലോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ ബ്രിക്സാണ് മൊത്തം. അതുണ്ടോ നിറച്ച് ഫുൾ ലോഡാണ് വണ്ടിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ റോഷനുണ്ട് കൂടുതൽ കേട്ടോ. റോഷനുണ്ട്, അവനാണ് ക്യാമറാമാൻ ഇന്നത്തെ. അപ്പോൾ കയറ്റം കയറി പോകുമ്പോഴത്തേനും എക്സ്ട്രാ ഗിയറിട്ടാണ് കയറ്റം കയറുന്നത്. എക്സ്ട്രാ ഗിയറിൻ്റെ പരിപാടി നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേനും എഞ്ചിൻ ബ്രേക്കിൻ്റെ ഗുണം നിങ്ങൾക്ക് തിരിച്ചിറക്കി ഇറങ്ങി വരുമ്പോൾ കാലുവണ്ടി ഇറങ്ങി വരുമ്പോൾ കാണിച്ചു തരാം. പലരും ചോദിക്കുന്നുണ്ട് എഞ്ചിൻ ബ്രേക്ക് എന്തിനാണ് എഞ്ചിൻ ബ്രേക്ക് ഇടുന്നത്, എഞ്ചിൻ ബ്രേക്കിൻ്റെ ഗുണങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. പിന്നെ എല്ലാവരും പ്രാർത്ഥിച്ചോണം. കയറ്റം കയറുവാണ്. ഇതിലെ വണ്ടി വന്നു കഴിഞ്ഞാൽ മൊത്തം സീനാകും. പണ്ട് മുകളിൽ നോക്കാൻ വേണ്ടി ഒരു ബായിയെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇപ്പം വണ്ടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. വണ്ടിയൊന്നും വരുമെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ വണ്ടി വന്നു കഴിഞ്ഞാൽ സീനാകും. പുറകോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. പുറകോട്ട് വരത്തില്ല. ഇത്രയും ലോഡും വെച്ച് 300 കട്ടയുണ്ട്. 300-350 കട്ടയുണ്ട്. അത്രയും കട്ടയും വെച്ചാൽ റിവേഴ്സ് വരിക എന്ന് പറഞ്ഞാൽ അതും പ്രയാസമാണ്. അപ്പോൾ നമുക്ക് കയറാം കേട്ടോ. ഫസ്റ്റ് ഗിയറിട്ട് വണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇടത്തോടാണ് കയറി പോകേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ വാഗമണ് കുരിശുമലയുടെ അടിവശമാണ് ഈ സ്ഥലം. അടിവാരം എന്ന് പറയും. വാഗമണ് കുരിശുമലയുടെ അടിവശമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മീശപ്പുലിമല ഒക്കെ ആ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക്. മീശപ്പുലിമല അതുപോലെ തന്നെ വാഗമണ് കുരിശുമലയൊക്കെ നമുക്ക് ഈ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. എവിടെ നിന്നാണ് നമ്മൾ കയറുന്നത്. കോൺക്രീറ്റ് വഴിയാണ് കയറുന്നവിടെ തന്നെ ഹമ്പുണ്ട്. അവിടെ മഴക്കാലത്തൊക്കെ നല്ല വെള്ളമൊഴുക്കമൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. ആ നിൽക്കുന്ന വലിയ മരത്തിൻ്റെ അവിടെ നിന്നാണ് കയറ്റം തുടങ്ങുന്നതെന്ന് നമുക്ക് പറയാം. പിന്നെ ഇവിടെ നമ്മൾ എക്സ്ട്രാ ഗിയർ കൊടുക്കുവാണ് കേട്ടോ. നോക്കിക്കോണേ ഉണ്ടോ. ഇപ്പോൾ എക്സ്ട്രാ ഗിയർ വലിച്ചിട്ട് ക്ലച്ച് വെട്ടി ടക്കനെ അങ്ങ് ഇട്ടു എക്സ്ട്രാ ഗിയർ. അപ്പോൾ എനിക്ക് ഒരു സ്ഥിരം പരിചയമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്ട്രാ ഗിയർ ടക്കനെ ഇട്ടത്. ക്ലച്ച് വെട്ടി വണ്ടി നിർത്തിച്ച് വിടുക. ഇതുണ്ടോ വെള്ളം ഒഴുകി വന്നേക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര ഭീകരതയുള്ള സ്ഥലമാണ്. അതുപോലെ കയറ്റമാണ് കേട്ടോ. മുകളിലാണ് വാഗമണ് കുരിശുമലയാണ് മുകളിൽ. അപ്പോൾ ഈ പോകുന്ന ചേച്ചിക്ക് നമ്മൾ കട്ട ഇറക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടുന്ന് എക്സ്ട്രായിട്ട് വണ്ടി നല്ല ചവിട്ടി പിടിച്ചേക്കുവാണ് നല്ല രീതിക്ക്. ഈ പ്രദേശത്ത് നമ്മുടെ ഏരിയയിലൊന്നും ഇതുപോലത്തെ കയറ്റമില്ല കേട്ടോ. കാണിക്കാൻ പറ്റിയൊരു കയറ്റമില്ല. അതുപോലത്തെ കയറ്റമാണിത്. താഴോട്ട് നോക്കിയാൽ ഭയങ്കര പാറക്കെട്ടുമൊക്കെയാണ്. വീഡിയോയിൽ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് കയറ്റത്തിൻ്റെ ഭീകരത വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്മൾ കയറ്റത്തിൽ നിർത്തിയെടുക്കുന്ന വീഡിയോ കാണിക്കുന്നതിനും പലരും പറയുന്നുണ്ട് നിരപ്പാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ വീഡിയോയിലൂടെ നമുക്ക് ഒരിക്കലും അത് മനസ്സിലാകത്തില്ല. കാണുന്നവർക്ക് കയറ്റമാണോ എന്നുള്ളത് മനസ്സിലാകത്തില്ല. ഇവിടെയാണ് നമുക്ക് കട്ട ഇറക്കണം. ഇനി അങ്ങോട്ട് പോയിട്ട് നമുക്ക് റിവേഴ്സ് വരണം. നമുക്ക് ഇവിടെ റിവേഴ്സ് കുത്തണം. അല്ല അങ്ങോട്ട് കയറ്റം നോക്കിയാൽ നല്ല കയറ്റമാണ് അങ്ങോട്ട്. അപ്പം നമുക്ക് ഇവിടം വരെ ഉള്ളൂ. ഇവിടെ നമുക്ക് കട്ട കുത്തണം. അപ്പോൾ ഇനി തിരിച്ചു പോകുമ്പോഴത്തേനേ നമുക്ക് കാണിക്കാം. ഹാൻഡ് ബ്രേക്ക് എന്നിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വണ്ടി ചവിട്ടിയിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് പോലും വണ്ടി ഉരുണ്ട് പുറകോട്ട് പോകാമല്ലോ. അപ്പോൾ നമുക്ക് പുറകിലാണ് കുത്തേണ്ടത്. റിവേഴ്സ് താഴോട്ട് നല്ല ഇറക്കമാണ്, മുകളിലോട്ട് നല്ല കയറ്റമാണ്. ഇങ്ങനെയൊക്കെ ചെരുവിലൊക്കെ നമ്മൾ വണ്ടി എടുക്കുമ്പോഴേ വളരെ ശ്രദ്ധിക്കണം. നല്ല ഗുഡ്സ് വണ്ടി എടുക്കുമ്പോൾ സാധാരണ വണ്ടികൾ കിട്ടുന്ന പോലെ കിട്ടത്തില്ല.
അപകട സാധ്യത കൂടുതലാണ്. അവിടെ ചവിട്ടിയിട്ട് നിൽക്കാനിട്ടാണ് ഞാൻ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടത്. അതുപോലെ കയറ്റമാണ്. അല്ലേ പുറകിൽ ഇത് മരം വല്ലതും ഉണ്ടോ നോക്കി, റബ്ബർ. കുഴപ്പമില്ലല്ലോ. ടിപ്പ് നോക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇതുണ്ട്, ഈ ഒരു ലിവർ ക്ലച്ച് ചവിട്ടുന്നു. ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഈ ഒരു ലിവർ ഇങ്ങനെ, ഇത് മാനുവൽ കേട്ടോ. ഇപ്പോൾ വണ്ടിക്കെല്ലാം എയർ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്വിച്ച് കാണും. ഈ ലിവർ ഇത് മാനുവലാണ്. ഈ ലിവർ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ പൊക്കുന്നു, ഇതിങ്ങനെ താക്കുന്നു. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കും. ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ കാലെടുക്കുമ്പോഴത്തേനും ഇങ്ങനെ പൊങ്ങും. അവിടെ കട്ട് ചെയ്തു ആയോ? അപ്പോൾ നമ്മൾ ലോഡ് അൺലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുവാണ് ഇവിടുന്ന്. വെട്ടിതാക്കാം. പിന്നെ ഈ ഒരു ഇടയ്ക്കിട്ടാണ് വണ്ടി തിരിക്കേണ്ടത്. ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുത്തു. എക്സ്ട്രാ ഗിയർ കിടക്കും കേട്ടോ, ടയറൊന്നും എടുക്കുന്നില്ല. നമുക്ക് തന്നെ ഈ വലത്തോട്ട് ഇറക്കാം. അപ്പോൾ ഇങ്ങനെ കയറി പലരും ചോദിക്കുന്ന കാര്യം എങ്ങനെയാണ് റിവേഴ്സ്, വലത്തോട്ടുള്ള വഴിയാണ് റിവേഴ്സ് വെക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കണം കേട്ടോ. ഇങ്ങനെ നോക്കി നമ്മൾ വലദോഷം തലയിട്ട്, ഞാൻ തലയിട്ട് നോക്കി ഇങ്ങനെ പയ്യെ ചവിട്ടി ബാക്ക് വ്യൂവിൽ തിരിക്കേണ്ട ഏരിയ ആകുമ്പോഴത്തേനും, തിരിക്കേണ്ട പോയിൻ്റ് ലെവലാകുമ്പോഴത്തേനും നമ്മളിങ്ങനെ റൈറ്റിലേക്ക് വണ്ടി സ്റ്റിയറിംഗ് ഒടിച്ച് കൊടുക്കും. നേരെ ഇതുപോലെ ഇങ്ങനെ കയറിക്കോളും സേഫായിട്ട്. നമ്മളെപ്പോഴും ഡ്രൈവർ സൈഡേ ചേർക്കാവുള്ളൂ, വലദോഷമേ ചേർക്കാവുള്ളൂ. ഇടദോഷം നമ്മൾ സ്പേസ് ഇടണം. ഏതെങ്കിലും രീതിക്ക് നമുക്ക് വലദോഷം ചേർത്ത് നമ്മൾ ഓരോആണ് നമുക്ക് ഇഷ്ടംപോലെ ഇടം കിട്ടും. അപ്പോൾ ഓക്കെ, നമുക്കിനി ഇറങ്ങാം. അപ്പോൾ ഇനി നമ്മുടെ അഗാധ ഗർത്തം പോലത്തെ ഇറക്കത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. അഗാധ ഗർത്തം പോലത്തെ ഈ ഇറക്കമല്ല. കൊടുത്തു വേണ്ടേ. എൻജിൻ ബ്രേക്കിൻ്റെ ഉപയോഗം നമുക്ക് ഈ ഇറക്കത്തിൽ കൂടെ മനസ്സിലാക്കാം. ഞാൻ എൻജിൻ ബ്രേക്ക് ഇപ്പോൾ ഓണാക്കിയിട്ടേക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ്, എക്സ്ട്രാ ഗിയറും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്പീഡ് കുറച്ചാണ് ഇറങ്ങേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളല്ലാതെയുള്ള ഗിയറിൽ, ചെറിയ ഗിയറിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കണ്ടവാണ് മുരളിച്ച കൂടുതൽ വരും. അതുകൊണ്ട് ഇവിടെ കുറച്ച് വഴി പോയി കിടക്കുന്നുണ്ട്. ടയർ നിരങ്ങുവാണ്, ഇറക്കത്തിൻ്റെ ഇത് കാരണം ടയർ നിരങ്ങുവാണ്. ഇനി ഇവിടെ നോക്കണം, ഞാൻ ഇനിയിപ്പം ബ്രേക്കിൽ നിന്ന് കാലെടുക്കാൻ പോവാണ്. നോക്കണം, ഇതുണ്ടോ ഇവിടെ നോക്കി, ഇവിടെ കാണിച്ച് ഇതുണ്ടോ. ബ്രേക്കിൽ നിന്ന് ഇപ്പോൾ കാലെടുത്തേക്കുവാണ്. കുത്തിറക്കത്തിലാണ് വണ്ടി. ഉണ്ടോ നോക്കിയേ, ബ്രേക്കിൽ കാല് വെച്ചിട്ടില്ല, ബ്രേക്കിൽ കാല് വെച്ചിട്ടേ ഇല്ല. ആക്സിലേറ്ററിലും ക്ലച്ചിലും ഒന്നും കാല് വെച്ചിട്ടില്ല. എൻജിൻ ബ്രേക്കിലാണ് ഇപ്പോൾ വണ്ടി ഇറങ്ങുന്നത്. ഉണ്ടോ കുത്തിറക്കം. നമ്മൾ കയറി വന്ന ഇറക്കത്തിൻ്റെ പവർ മനസ്സിലായില്ലേ. പക്ഷേ ഞാൻ ഇത്രയും പല വണ്ടികളും മാറി ഓടിച്ച് നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഈ സ്വരാജ് മസ്ത മാത്രമേ ഈ ഒരു പെർഫോമൻസ് കാണിക്കുന്നുള്ളൂ. അത് ഈ ഒരു സാമ്രാട്ട് മോഡൽ മാത്രമേ ഇങ്ങനെ ഒരു പെർഫോമൻസ് കാണിക്കുന്നുള്ളൂ. വേറെ ഒരു വണ്ടിയും ഇങ്ങനെ എൻജിൻ ബ്രേക്ക് ഇട്ട ഈ ഒരു ഇറക്കത്തെ നോക്കിയോ, അത് കാണിച്ചു പോനെ. ഉണ്ടോ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി വെച്ചേക്കുക. എൻജിൻ ബ്രേക്ക് ഇറങ്ങി പോകുന്നുണ്ടോ. കാലി വണ്ടിയാണ്, ലോഡ് വണ്ടി നടക്കില്ല, കാലി വണ്ടിയാണ് കേട്ടോ. ഇറക്കം നോക്കിയേ, ഇറക്കത്തിന് പവർ നോക്കി, അമ്മാതിരി ഇറക്കമാണ്. ഉണ്ടോ മോളിൽ നിന്ന് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്താണ്. ഇതുവരെ ബ്രേക്കിൽ കാല് വെച്ചിട്ടില്ല. ഞാനിത് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ അനുകരിക്കാനല്ല ഇത് കാണിക്കുന്നത്. വണ്ടിയുടെ ഒരു പെർഫോമൻസും അതുപോലെ തന്നെ എൻജിൻ ബ്രേക്കിൻ്റെ ഒരു ഗുണവും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലോഡില്ലാതെ ഇറങ്ങുമ്പോൾ പോലും ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. അപ്പം ലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ലോഡും വെച്ച് എൻജിൻ ബ്രേക്ക് വിട്ട് ബ്രേക്ക് ചവിട്ടുവാണെങ്കിൽ അത്രയും കൂടെ ഒരു സേഫ്റ്റി ആയിരിക്കും. കണ്ടോ ഇപ്പോൾ ഇറക്കം കൂടിയപ്പോൾ പോലെ ഉണ്ടോ, ബ്രേക്ക് കാല് വെച്ചിട്ടില്ല. കണ്ടോ ഇപ്പോൾ ടയർ പുറകിലത്തെ തെന്നി ഇറങ്ങുന്നത് ഇറക്കത്തിൻ്റെ ഇത് കാരണം പുറകിലത്തെ ടയർ തെന്നി ഇറങ്ങുന്നുണ്ട്. കണ്ടോ ഉണ്ടോ ഇറങ്ങി ഉണ്ടോ, ബ്രേക്ക് കാല് വെച്ചിട്ടേ ഇല്ല. വണ്ടി നടന്ന് ഇറങ്ങി വരുന്നത് കേട്ടോ. ഇതുവരെ കാല് വെച്ചിട്ടില്ല. സ്വരാജ് മസ്തയുടെ സാമ്രാട്ട് മോഡലിന് മാത്രമേ ഇതുള്ളൂ. അതുകൊണ്ട് ഈ വണ്ടിക്ക് ഒടുക്കത്തെ ഡിമാൻഡാണ്. ഇത് ഉള്ളവരൊന്നും ഈ വണ്ടി കൊടുക്കത്തില്ല. ഈ വണ്ടി ഉള്ളവരൊന്നും ഈ വണ്ടി കൊടുക്കത്തില്ല. ഇത് മെയിൻ്റനൻസ് തീരെ കുറവാണ് ഈ വണ്ടിക്ക്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ബ്രേക്കിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു, ബ്രേക്കിൻ്റെ ചെറിയ എയർ ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഇങ്ങനെ ഇറങ്ങി തരാം. അപ്പോൾ ഇറക്കം കാടിനും തീർന്നു കേട്ടോ. ഏതൊരു ഓട്ടോറിക്ഷ വരുന്നത്, അതുകൊണ്ട് ഞാൻ വിടുവാണേ.
ഓയ് അപ്പോൾ ഓക്കെ. അപ്പോൾ എൻജിൻ ബ്രേക്കിൻ്റെ ഈ വീഡിയോ കയറ്റം കയറുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വാഹന സംബന്ധമുള്ള എല്ലാ അറിവുകളൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വാഹന പ്രേമികളിലേക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.